നമ്മുടെ രാജ്യം പഴയ പോലെ ഒന്ന് കിട്ടുമ്പം മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്ന പഴയ ചിന്താഗതി എന്നൊക്കെ മാറി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തലയടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നമുക്ക് വേണ്ടത് ലേലം സിനിമയിൽ ഒരു ചാക്കോച്ചിയാണ്. നമുക്ക് മിണ്ടാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല, ദുർബലനായ ഒരു പ്രധാനമന്ത്രിയല്ല. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ ചർച്ച എന്ന് പറയുന്ന അഖിൽമാരാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഖിൽമാരാറിനെതിരെ കേസെടുത്തു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നു. പല ആൾക്കാരും അഖിൽമാരാറിനെ കടന്നാക്രമിക്കുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ നമ്മളും അഖിൽമാരാറിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റിനെയും വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്രത്തോളം കടന്നാക്രമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ അഖിൽമാരാറിനെയും ഈ റിയ സലീമിനെയും അതുപോലെ തന്നെ ഈ ടർബോ സിനിമയിലെ ഈ ആമിന എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ ഒരു ത്രാസിൽ വെച്ച് തൂക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തൂക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം റിയ സലീം ആയാലും ആമിന ആയാലും അതുപോലുള്ള കുറച്ച് പുരോഗമന ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറച്ച് ടീമൊക്കെ ഇന്ത്യ പാകിസ്ഥാനെ കയറി അടിച്ച് തീവ്രവാദികളെ ഇല്ലാതാക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന ടീമിനെയൊക്കെ കണ്ടുള്ള സമാധാനം എന്നൊക്കെ പറയും. ഇവരെ പോലുള്ള ആൾക്കാരെ വെച്ച് ഈ അഖിൽമാരാറിനെ ഒരു ത്രാസിൽ തൂക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അഖിൽമാരാർ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും ആവേശ കമ്മിറ്റിയായി പോയി എന്ന അഭിപ്രായം എനിക്കുണ്ട്. അഖിൽമാരാറിനെ ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ ആക്രമിക്കാൻ പല ആൾക്കാരും മുമ്പോട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പ് അഖിൽമാരാർ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റും കൊണ്ടിട്ടുള്ളവർ തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ടും വരുന്നത്. അഖിൽമാരാറിന് പറ്റിയ തെറ്റെവിടാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം ഇടിച്ചിടിച്ച് നിന്ന വ്യക്തിയാണ് അഖിൽമാരാർ. അഖിൽമാരാറിൻ്റെ മുൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൃത്യമായ രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വദ്രയ്ക്കെതിരെ ഒരു തീവ്രമായ രീതിയിൽ ഒരു വിമർശനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അഖിൽമാരാറിന് ഇപ്പോൾ UDF ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗാന്ധി ഫാമിലി നെഹ്റു ഫാമിലിയിലെ രാഹുൽ ഗാന്ധിയുടെ അളിയനെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെയൊക്കെ പച്ചയ്ക്ക് ആക്ഷേപിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുതിയ വ്യക്തിയാണ് അഖിൽമാരാർ. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ പറയുമ്പോൾ പോലും തന്നെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പല നിലപാടും കോൺഗ്രസിനെതിരെ എടുത്തിട്ടുള്ള ആൾ കൂടിയാണ് അഖിൽമാരാർ. അപ്പോൾ കേവലം ഒരു MLA സീറ്റിന് വേണ്ടി അഖിൽമാരാർ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് പറയുന്നതിലൂടെ എനിക്ക് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞുള്ള യോജിപ്പുമില്ല. ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാർ ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ ആവേശത്തിലാണ് പ്രതികരിച്ചതെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ നടക്കുന്നിട്ട് നമ്മുടെ നാട്ടിൽ കടന്നു കയറി ഭീകരവാദികൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ ഇല്ലാതാക്കിയപ്പോൾ നമ്മുടെ രാജ്യം തിരിച്ച് അവരുടെ പാകിസ്ഥാനിൽ കയറി അവിടുത്തെ തീവ്രവാദികളെ അവരെ ഫാമിലി സഹിതം തീർത്ത് കളഞ്ഞു. കുറ്റവാളികൾ ഉൾപ്പെടെയാണ് നമ്മൾ തീർത്തത്. നമ്മൾ ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനായുള്ള പാകിസ്ഥാനാണ്. നമ്മളിപ്പോഴും പറയാം ഒരു സാധാരണക്കാരനുള്ള പാകിസ്ഥാനിൻ്റെ ജീവൻ ഇന്ത്യ എടുത്തിട്ടില്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. അത്രത്തോളം കൃത്യവും വ്യക്തമായിട്ടാണ് നമ്മൾ ഓരോ അടിയും കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചിലതൊക്കെ നമ്മൾ മുൻനിർത്തി പിന്നിലൂടെ കളിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമ്മൾ ഈ പാസഞ്ചറുമായിട്ട് വരുന്ന ഫ്ലൈറ്റിൻ്റെ പിന്നാലെയൊക്കെ ഇവർ ഡ്രോൺ പറത്തി വരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകയാണ്. ഒരു പക്ഷേ നമ്മളെ സംവിധാനങ്ങൾക്കൊരു പിഴവ് പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരെ എത്തിയത്. അത്രത്തോളം പിന്നാമ്പറം കളി കളിച്ചിട്ടാണ് ഈ പാകിസ്ഥാൻ പല കാര്യങ്ങളും ചെയ്തത്. എന്നിട്ട് പോലും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മേന്മ കൊണ്ട് ഇന്നും നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തിയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അത് ഗവൺമെൻറ്റിനെ കൈയടിക്കേണ്ട കേസാണ്. ഓരോ അടിക്കും തിരിച്ചടി എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവസാനം പാകിസ്ഥാൻ നമ്മളെ സമീപിച്ചു എന്നുള്ളതാണ്, നമ്മളോട് യാചിച്ചു എന്നുള്ളതാണ്. പക്ഷെ അഖിൽമാരാറിന് പറ്റിയ തെറ്റെവിടെയാണെന്ന് വെച്ചാൽ അഖിൽമാരാർ ആവേശ കമ്മിറ്റി കളിച്ചു എന്നുള്ളതാണ്. അഖിൽമാരാർ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് അഖിൽമാരാർ പ്രതികരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ്, പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ്, പ്രതിരോധ വകുപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് അഖിൽമാരാർ പ്രതികരിച്ചു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഖിൽമാരാറിൻ്റെ പ്രതികരണത്തിന് ശേഷം രാജ്യത്ത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിലും ഇന്നലെ പ്രധാനമന്ത്രി എയർഫോഴ്സിൻ്റെ ഒരു സ്റ്റേഷൻ പോയിട്ടുണ്ടായിരുന്ന അവിടുത്തെ പ്രസംഗവും നോക്കിയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസംഗം നോക്കിയാലും വളരെ കൃത്യം വ്യക്തമായിട്ട് അഖിൽമാരാർ പറഞ്ഞതിലെ തെറ്റുകൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അഖിൽമാരാറിന് കിട്ടേണ്ട മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ സന്ദേശം അവിടുന്ന് കിട്ടുന്നുണ്ട്. അഖിൽമാരാർ പറഞ്ഞതിൽ പല പോരായ്മയുണ്ട് എന്ന് അഖിൽമാരാർ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാറിന് വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ നല്ല രീതിയിൽ രണ്ടെണ്ണം കൊടുക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്തത് ഒരു യുദ്ധമല്ല. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്തിയവരെ, അവരെ അതേ സ്ഥലത്ത് കടന്നു കയറി അവരെ നമ്മൾ ഇല്ലാതാക്കി. കൊടും ഭീകരൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി, കൊടും ഭീകരൻ്റെ സഹോദരനെ ഇല്ലാതാക്കി, 100ഓളം ഭീകരവാദികളെ ഇല്ലാതാക്കി. അതായത് അവൻ്റെ രക്തബന്ധത്തിൽപ്പെടുന്ന മനുഷ്യന്മാരെ എല്ലാം നമ്മൾ ഇല്ലാതാക്കി. അവന് മനസ്സിലായി എന്താണ് രക്തബന്ധത്തിൽപ്പെടുന്ന ഒരു മനുഷ്യൻ ഇല്ലാതാവുമ്പോഴുള്ള വേദന.
മെസ്സേജാണത്. ഇന്ത്യ കൊടുത്ത മെസ്സേജാണ്, അട്ടി 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 എന്നുള്ള രീതിയിൽ മെസ്സേജ് കൊടുത്തു. പക്ഷേ കുറേ ആൾക്കാരെങ്കിലും വിചാരിച്ചു നമ്മളിപ്പോൾ POK പിടിച്ചെടുക്കും, ഇന്ത്യ പിടിച്ചെടുക്കും, ഇതൊരു അവസരമായി എടുത്തു. കാരണം ബലൂചിസ്ഥാൻ അപ്പുറത്ത് നിന്നും ശക്തമായ രീതിയിൽ അടിച്ചു കയറി വരുന്നു, അതൊരു വലിയ ഒരു സ്ഥലങ്ങളൊക്കെ അവർ പിടിച്ചെടുക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അഖിൽ മാരാറിനെ പോലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും പ്രതീക്ഷിച്ചു ഇതുപോലുള്ള കുറച്ച് കാര്യം. അപ്പോൾ പെട്ടെന്ന് അഖിൽ മാരാറിൻ്റെ പ്രതികരണം വന്നത് എങ്ങനെയാണ്? അഖിൽ മാരാർ ഇന്ദിരാഗാന്ധിയെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചു. അത് തന്നെ ലോജിക്കല്ലാത്ത കലാപരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. അത് ശശി തരൂരിനെ പോലെ വിശ്വപൗരനായിട്ടുള്ള വ്യക്തി സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്തെ കാര്യം എന്താ വെച്ചാൽ 1970-കളിൽ ഇന്ദിരാഗാന്ധി മുമ്പോട്ട് പോയത് യുദ്ധ സമയത്താണ്. നമ്മൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്ന സമയവും അതുപോലെ തന്നെ നമ്മളൊരു ഭീകരവാദം ഉണ്ടായി നമ്മൾ തിരിച്ചടി നൽകുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടവും, അതായത് മുംബൈ അറ്റാക്ക് ഉണ്ടല്ലോ, മുംബൈ അറ്റാക്കും നമ്മുടെ നിലവിലത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ തിരിച്ചടിയുമാണ് കമ്പയർ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അവിടെ തന്നെ ഈ അഖിൽ മാരാർ തെറ്റുപറ്റി. എനിക്ക് യോജിപ്പ് ഈ വിഷയത്തിൽ മൻമോഹൻ സിംഗിനെയും മോദിയെ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമാണ് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ തിരിച്ചടിച്ചു എന്നുള്ളത്. അത് അവിടെ തീരേണ്ട കേസാണ്. കാരണം മുംബൈ ഭീകരവാദം ഉണ്ടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലെ, മനീഷിനെ പോലെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനീഷിനെ, കമാൻഡോ മനീഷ്, NSGയുടെ പുള്ളിക്കാരൻ ഇപ്പോഴും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള അവസ്ഥയുണ്ടായിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറി, നമ്മൾ തിരിച്ചടി കൊടുത്തു. അത് ക്ലിയർ പെർഫെക്റ്റ് മെസ്സേജാണ്. പിന്നെ ഇവിടെ പല ആൾക്കാരും നമ്മുടെ രാജ്യത്തേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപിനെയാണ് എന്നുള്ളതാണ് ഇതിനകത്തൊന്ന് കൗതുകം. അത് തന്നെയാണ് അഖിൽ മാരാറിനും പറ്റിയ തെറ്റെന്ന് പറയുമ്പോൾ. ട്രംപ് ലോക പോലീസ് കാണിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചു. ഇന്ത്യയുടെ പെർഫെക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ മൂന്നാമതൊരു കക്ഷിയെ ഇതിനിടയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിലേക്ക് പാകിസ്ഥാൻ വന്ന് യാചിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്, വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഞാനത് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ലോക പോലീസായിട്ടുള്ള വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ ചെയ്ത് അത് ശരിയും നമ്മുടെ രാജ്യം പറയുന്നത് തെറ്റെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമാണ്. അപ്പോൾ അഖിൽ മാരാറിനെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ഈ റിയാസ് അലീമിനെ ബാക്കിയുള്ള ടീമിനെയും വെച്ചിട്ട് അതേ ത്രാസിൽ വെച്ച് തൂക്കിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ബലൂചിസ്ഥാനെ പറ്റി പറയാനിട്ട് അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മൾ ആയുധം അവർക്കും നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പം പല ആൾക്കാരും പല റിയാക്ഷൻ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ നയതന്ത്രം എന്നൊക്കെ പറയുന്നത് ശത്രുവിൻ്റെ ശത്രു എപ്പോഴും മിത്രമായിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നിങ്ങളോട് ആലോചിക്കുക. ശത്രുവിൻ്റെ ശത്രു എപ്പോഴും നമുക്ക് മിത്രമായിരിക്കും. ഈ പാകിസ്ഥാൻ പോലുള്ള ഈ രാജ്യം ഉണ്ടല്ലോ, ഇമാതിരി രാജ്യക്കാരെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും ഉണ്ട് പോലുള്ള ഏജൻസികളുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതുപോലുള്ള ഏജൻസികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും പബ്ലിക്കായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ശത്രുവിൻ്റെ ശത്രുവിനെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതിപ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ കാണാൻ നേരത്ത് എൻ്റെ ഒരു തോന്നലാണ്, ഞാൻ വൃത്തിയായിട്ടുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. ഇപ്പം നിങ്ങൾ പറയും അങ്ങനെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ എന്നെ പോലൊരു സാധാരണക്കാരൻ, ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പാകിസ്ഥാനെ ഒന്ന് അടിച്ചിടാൻ വേണ്ടി ചില സമയങ്ങളിലെങ്കിലും ശത്രുവിൻ്റെ ശത്രുവിനെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പിന്തുണച്ചാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ തുർക്കി പോലുള്ള രാജ്യത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവന്മാർക്ക് ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും സൈന്യവും നമ്മുടെ ഫുഡും അല്ലെങ്കിൽ മെഡിസിനും എല്ലാം അവന്മാർക്ക് കൊണ്ട് സപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ കേരളം ബഡ്ജറ്റിനത് നമുക്ക് കഴിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും നമ്മുടെ പോലീസ് വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് പോലും 2 കോടി രൂപയോളം കണ്ടല്ലേ സമാധാനത്തിന് വേണ്ടി തുർക്കിക്ക് കൊടുത്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇമാതിരി കൊടുത്തിട്ട് പോലും അവന്മാർ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നപ്പം ഒരു നാണമില്ലാതെ ഒരു നന്ദിയില്ലാതെ പാകിസ്ഥാനോടൊപ്പം നിന്ന ടീമാണ്. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കിയും കണ്ടും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കും ഈ അഭിപ്രായം കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അഖിൽ മാരാറിനെ നമ്മൾ കടന്നാക്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അഖിൽ മാരാറിൻ്റെ മുൻ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമ്മൾ ആലോചിക്കണം. ഒരു വിഷയം സംസാരിച്ചു, വിഷയത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ വിഷയത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ തന്നെ അഖിൽ മാരാറിനെ നമ്മൾ മറ്റേ ത്രാസിലിട്ട് തൂക്കണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതികരണം എല്ലാവർക്കും പറയാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്കും പറയാം, നിങ്ങളും പ്രതികരിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വളരെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോഴൊക്കെ എന്നെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്നെ നേരിട്ടറിയാവുന്നവർ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ മോദി പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോദിയെ സപ്പോർട്ട്
ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത്. അതിനർത്ഥം ഞാൻ കേരള BJP സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല, മോദിയുടെ എല്ലാ പോളിസിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അഗ്നിവീർ പ്രോജക്റ്റിനെ ഞാൻ ഭയങ്കരമായി വിമർശിച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ആർട്ടിക്കിൾ 370 ആണെന്നുണ്ടെങ്കിലും അതുപോലെ മോദിയുടെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഓരോ പോളിസിയും അതിനെയൊക്കെ ഞാൻ ശക്തമായ രീതിയിൽ അനുകൂലിക്കുന്ന ഒരാളാണ്. ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളഞ്ഞത് ഈ രാജ്യത്ത് ഭീകരവാദം ഇല്ലാതാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ കാശ്മീരൊക്കെ ഇപ്പോൾ ഫ്രീ ആണ്, അവിടെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ പോലും സ്റ്റേറ്റായി മാറി. അത് മോദി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് എന്ന അഭിപ്രായമുണ്ട്. അതൊക്കെ എന്നെ പല ആൾക്കാരും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നോക്കാൻ നേരത്ത് ഈ മോദി ഗവൺമെൻറ് ഇപ്പം പാകിസ്ഥാനിൽ കയറി കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ നേരത്ത് പല ആൾക്കാരും സ്റ്റോറി ഇടുന്നു, മോദിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി BGM ഒക്കെ ഇട്ട് അവർ ആഘോഷിക്കുന്നു. അന്ന് എന്നെ കല്ലെറിഞ്ഞവർ, ഞാൻ കൃത്യമായി 2014 മുതൽ അതിനു മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ ഞാൻ മോദിയെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മോദിയെ പോലുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കേണ്ടത് എന്ന ബോധ്യം എനിക്കുള്ളത് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എന്നെ കല്ലെറിഞ്ഞവരുണ്ട്, അന്നൊക്കെ എന്നെ വിമർശിച്ചവരുണ്ട്, അതെന്നെ പല ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അവസാനമൊക്കെ ആയിട്ട് ഞാൻ മോദിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് പോലും നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരെ അൺഫോളോ ചെയ്ത് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിന് ഞാനിപ്പോഴും പറയാം, നമ്മുടെ ലേലമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാഴ്ന്നൂർ പോലുള്ള സിനിമകളൊക്കെ കാണാൻ നേരത്ത് നമുക്ക് ആഗ്രഹം ചാക്കോച്ചിയെ പോലുള്ള ആൾ വേണമെന്ന് തന്നെയാണ്. അതുപോലെ ഒരു ചാക്കോച്ചി, സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടറാണ് ലേലത്തിലെ ചാക്കോച്ചി, അതുപോലൊരു ചാക്കോച്ചിയാണ് ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിച്ചാൽ തിരിച്ചടി കൊടുക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡർ നമുക്ക് വേണം. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിൽ അങ്ങനെ പവർഫുൾ ലീഡർ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. ഇന്ദിരാഗാന്ധി പവർഫുൾ അയൺ ലേഡി ആയിരുന്നു. അവർ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അവർക്കൊരു ഏകാധിപത്യ ഷെയ്ഡ് ഉണ്ടായിരുന്നു. രാജ്യത്തെ ഭരണഘടനയെ അവർ ഇല്ലാതാക്കിയതൊക്കെ ഞാൻ ഇവിടെ പറയുമ്പോൾ തന്നെ പവർഫുൾ ആയിട്ടുള്ള ലീഡർ കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും. പക്ഷേ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയെ, എനിക്ക് ആ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. RBIയുടെ ഗവർണർ എന്നുള്ള രീതിയിലോ ധനമന്ത്രി എന്നുള്ള രീതിയിലോ മൻമോഹൻ സിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. ഈ രാജ്യത്ത് ഇന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ മൻമോഹൻ സിംഗിൻ്റെ പങ്ക് വളരെ വലുതാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത്, പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ട് AK ആന്റണി ഇരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ്, നമുക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല, തിരിച്ചടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്നാണ് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കയറി അട്ടിക്കുന്ന രീതിയിൽ, നല്ല കീട്ടിൽ തന്നെ അട്ടിക്കൊടുക്കുന്ന രീതിയിൽ, ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കിയവൻ്റെ കുടുംബത്തെ തീർക്കുന്ന രീതിയിൽ ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്നലെ പാകിസ്ഥാൻ്റെയൊക്കെ അവകാശവാദങ്ങളായിരുന്നു നമ്മുടെ ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ഇല്ലാതാക്കിയത്. അവിടെ പറന്നിറങ്ങി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ബാക്കിൽ നിർത്തിയിട്ട് ഒരു സല്യൂട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ഇന്ന് പ്രചരിക്കുന്നുണ്ട്. അവർ തകർത്തു എന്ന് പറയുന്നതാണ്. റഷ്യയിൽ നമ്മൾ മേടിച്ച S-400 അല്ലേ, അത് തകർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നിർന്നിട്ട് പ്രൈം മിനിസ്റ്റർ മോദി നിൽക്കുന്ന ഒരു സീനുണ്ട്. കൃത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാക്കുന്ന സീനാണ്. നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററെയാണ്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം. എന്തിനാണ് ഞാൻ മടിക്കുന്നത്? നമുക്ക് പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. പുള്ളി പവർഫുൾ ആയിരിക്കണം. പവർഫുൾ എന്ന് പറയുമ്പം അടിക്കുന്നവനെ തിരിച്ചടിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാശ്മീരിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം തിരിച്ചടി ശക്തമായിരിക്കും. അത് കൊടുത്തിട്ടുണ്ട്. 14ാമത്തെ ദിവസം നമ്മുടെ രാജ്യം തിരിച്ച് കയറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ശേഷി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടെന്ന്, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ 2 സ്ത്രീകളെയാണ് ഈ രാജ്യം മുമ്പോട്ട് വിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലിരുന്ന് കുറേ ടീമുണ്ട് പരിഷ്കാരം പറയുന്നത്, ഈ സമാധാനത്തിന് വേണ്ടിയൊക്കെ ഡയലോഗ് അടിച്ച് കുറേ ടീമുണ്ട് സ്ത്രീപക്ഷവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പാകിസ്ഥാനിലെ താടി നീണ്ട പാകിസ്ഥാനെ കാണാൻ നേരത്ത് ഇവിടെ ബാപ്പ എന്ന് പറഞ്ഞ കരയുന്ന കുറേ ടീമൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് എന്താണെന്ന് വിശദീകരിക്കാൻ യൂണിഫോം ഇട്ട് 2 സ്ത്രീകളെയാണ്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റം എന്നുള്ളത്. നമ്മുടെ രാജ്യം പഴയ പോലെ ഒന്ന് കിട്ടുമ്പം മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്ന പഴയ ചിന്താഗതി എന്നൊക്കെ മാറി, ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നമ്മൾ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ. നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പാസ്പോർട്ടുമായിട്ട് നമ്മൾ പുറത്തു പോകുന്നതായിരുന്നു. നമ്മളെ ഒരുത്തം തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടൊരാൾ, ഡൽഹിയിലുണ്ടൊരു ഗവൺമെൻറ് എന്നൊരു ബോധ്യം, ഒരു ഉറപ്പും ഓരോ ഇന്ത്യക്കാരനുണ്ടായി എന്നുള്ളതാണ് സത്യം. ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ അന്നും ഇന്നും എന്നെ വിമർശിക്കാറുണ്ട്. ഇത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇത് പറയുന്നതിന് എന്താ പേടിക്കുന്നത്? പോയിട്ട് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവരാണ്. വിമർശിക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധി എന്ന വ്യക്തി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് പുള്ളിക്കാരന് കിട്ടുന്ന അവസരങ്ങളോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ഒരു ഫാമിലി ജനിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അവരുടെ ഫാമിലിയിൽ നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. രാജ്യത്തിന് വേണ്ടി അവർ ജീവൻ നൽകിയെന്നുള്ളത് സത്യമാണ്. അതൊക്കെ സത്യമാണ്. എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കിയതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇന്നത്തെ അവസ്ഥയിൽ മോദിക്ക് പകരം രാഹുൽ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എന്താണ്.
നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൻമോഹൻ സിംഗിനെ പോലെയാണ് നമ്മൾ ഇവിടെ മിണ്ടാതിരിക്കേണ്ടി വന്നേനെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് അതിൻ്റെ ചേഞ്ച്, അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു ചേഞ്ചാണ്, അതൊരു വലിയ വ്യത്യാസമാണ്. രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും വിമർശിക്കുന്നത്, വ്യക്തിപരമല്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കോൺഗ്രസിൽ തന്നെ ആ ഫാമിലി മെമ്പർ അല്ലാത്ത ശശി തരൂരിനെ നോക്കൂ, പെർഫെക്റ്റ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുന്നത് രാഷ്ട്രീയം മാറ്റി വെച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ശശി തരൂർ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അതൊരു പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് കോൺഗ്രസിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഫേസ് ശശി തരൂരിനുണ്ട്, പക്ഷെ കാണിക്കില്ല. കാരണം എന്താണ്? അവർ ഫാമിലി മെമ്പർ അല്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. എ കെ ആന്റണി മലയാളിയാണ്, നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്. പക്ഷെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് തന്നെ ഭയം തോന്നും. നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇത്ര ദുർബലനായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ശക്തമായ രീതിയിൽ പല സ്റ്റേറ്റ്മെന്റും പറയാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ല നമ്മൾ നേരെ 1970 പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അഖിൽമാരാർ ചെയ്ത തെറ്റവിടെയാണ് 1970 പോയി. നമുക്കൊരടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തല പൊട്ടിക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട്, ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. ഇവിടെ പല ആൾക്കാരും പാകിസ്ഥാനിലുള്ള ഈ നമ്മുടെ ഒരു ക്രിക്കറ്റ് കളിക്കാരുണ്ടായിരുന്നു ഷാഹിദ് അഫ്രീദിയിലെ പുള്ളിക്കാരൻ, ഞാൻ നോക്കാൻ നേരത്ത് അവിടെ വിജയാഘോഷം നടക്കുന്നുണ്ട്. അത് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. ഉത്സാഹ കമ്മിറ്റിക്കാരും ജീവൻ തിരിച്ചു കിട്ടിയതുകൊണ്ട് ആഘോഷിക്കുന്ന അഫ്രീദിയെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാലത്ത് എൻ്റെ കല്ലെറിഞ്ഞവർ ഇപ്പം നരേന്ദ്രമോദിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് BGM ഇട്ട് അടിച്ച് പൊളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ അന്ന് എന്നെ വിമർശിച്ചത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ കൃത്യം വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ മോദിയുടെ പല പോളിസിയൊക്കെ വിമർശിച്ചിട്ടുണ്ട്, പല പോളിസിയും അംഗീകരിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന് ഇന്ന് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് ലേലം സിനിമയിൽ ഒരു ചാക്കോച്ചിയാണ്. നമുക്ക് മിണ്ടാതിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല, ദുർബലനായ ഒരു പ്രധാനമന്ത്രിയല്ല, അതൊരു ഫാമിലി ജനിച്ചത് കൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ട ഒരു സ്ത്രീധനം പോലെ കൊടുക്കേണ്ട ഒരു പോസ്റ്റും അല്ല. കൃത്യമായ രീതിയിൽ തിരിച്ചടിക്കാൻ പറയാൻ ശേഷിയുള്ള നമുക്ക് പണ്ടും ഉണ്ടായിരുന്നല്ലോ. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അല്ലെങ്കിൽ എ കെ ആന്റണിയുടെ കാലത്തും നമുക്കിതാ ഇതേപോലുള്ള ചുണക്കുട്ടികളായിട്ടുള്ള പട്ടാളക്കാരുണ്ട്. നമ്മുടെ പട്ടാളക്കാരുടെ സ്പിരിറ്റ് അതാ. നമ്മൾ മറ്റേ പാകിസ്ഥാൻ്റെ പട്ടാളക്കാരെ പോലൊന്നും അല്ല. നമ്മുടെ പട്ടാളക്കാർക്ക് ഒരു സ്പിരിറ്റുള്ള പട്ടാളക്കാരാണ്. പല മതത്തിൽപ്പെടുന്ന ആൾക്കാർ, പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, പല സ്ഥലങ്ങളിൽപ്പെടുന്ന ആൾക്കാർ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഡിഫൻസ് അല്ലെങ്കിൽ പാരാമിലിറ്ററി പോലുള്ള സംവിധാനങ്ങൾ. അങ്ങനെയുള്ള ശേഷം ഉണ്ടായിട്ട് നമുക്ക് 2014 മുമ്പ് മൻമോഹൻ സിംഗിൻ്റെയും എ കെ ആന്റണിയുടെ കാലത്ത് തിരിച്ചൊന്നടിക്കാനോ ഒന്ന് നോക്കാനോ പറ്റുന്നില്ലായിരുന്നു. അവിടുന്നാണ് നമ്മളിപ്പോൾ പാകിസ്ഥാൻ ഉള്ളിൽ കയറി അവിടുത്തെ ഭീകരവാദി താമസിച്ചിടം പൊളിച്ചുള്ളത്, അവൻ്റെ കുടുംബത്തെ തീർത്തത്. അവനും മനസ്സിലായിട്ടുണ്ട് സ്വന്തം ചോര നഷ്ടപ്പെടുമ്പോൾ വേദന എന്താണ്. പെർഫെക്റ്റ് മെസ്സേജാണ്. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്ത് പിന്തുണയ്ക്കുക.